നമസ്കാരം. കലാലയത്തിലെ വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത ക്രൂര വിചാരണ, അതിന് പ്രമുഖ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ഭാരവാഹികൾ തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നു. നടുങ്ങി നിൽക്കുന്നു കേരളം. മരണമടഞ്ഞ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെ ഹൃദയവേദനയിൽ പങ്കുചേരുന്നു. ശക്തമായ നടപടികൾ ഉണ്ടാകണം. കലാലയങ്ങളിൽ തിരുത്തിന് തുടക്കമാകണം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് LDFിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. UDFിൽ കോൺഗ്രസിൻ്റെ പട്ടിക വരാനിരിക്കുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി നയിച്ച സമരാഗ്നി ജാഥ സമാപിച്ചതേയുള്ളൂ. ജാഥ വൻ ചർച്ചയായി മാറിയതിൽ നേതാക്കളുടെ പങ്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നാക്കുപിഴയും മൈക്കിൻ്റെ സാന്നിധ്യം മറന്നുപോയതും ദേശീയ ഗാലാപന പിഴവുമെല്ലാം കൂടി സമരാഗ്നി ജാഥയെ സജീവമാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പത്തനംതിട്ടയിൽ MPക്ക് KPCC പ്രസിഡന്റിൻ്റെ പേരു തന്നെ മാറിപ്പോയി. സമരാഗ്നിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ K. സുരേന്ദ്രൻ അവറുകളെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ K. സുരേന്ദ്രൻ അവറുകളെ, ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ K. സുരേന്ദ്രൻ അവറുകളെ, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. പിന്നെയും സംശയം അദ്ദേഹത്തിന്. പിന്നെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണോന്ന് അദ്ദേഹം ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് പിന്നെയും ഒരു സംശയം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ K. സുരേന്ദ്രൻ അവറുകളെ, തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്നിറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. KPCC പ്രസിഡന്റിന്റെ പേര് BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പേരായി പറഞ്ഞു മാറിപ്പോയത് പത്തനംതിട്ട MPക്ക്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ എന്ന് വിളിച്ചത് അത് തെറ്റിപ്പോയതാകാം. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? രണ്ടുപേരുടെയും പ്രസ്താവനകൾ എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ 2 കൊല്ലം BJP പ്രസിഡന്റിൻ്റെയും കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ 2 പേരുടെയും പ്രസ്താവനകളും പ്രസംഗങ്ങളും anti-CPM anti-LDF മാത്രമാണ്. അപ്പോൾ ഇത് കോൺഗ്രസിലൊരു MPക്ക് പോലും ഇപ്പോൾ ആളെ മാറിപ്പോയിരിക്കുകയാണ്. ആരാണ് KPCC പ്രസിഡന്റ് എന്ന് മാറുകയാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. മൈക്കിന് വേണ്ടിയുള്ള മത്സരമല്ല, മൈക്കു തന്നെ ചതിച്ചതാണ് ആലപ്പുഴയിലുണ്ടായ പ്രശ്നം. നേതാക്കൾ പരസ്പരം കണ്ടാൽ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നതിന് നാട്ടുഭാഷ വഴക്കങ്ങളും മതിയാകും എന്ന് തെളിയിച്ചു സമരാഗ്നി ജാഥയിലെ സംയുക്ത വാർത്താ സമ്മേളനം. അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കാം. കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഫുൾ സെന്റൻസ് ആണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്. അതല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഭാഷയാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? അപ്പൊ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. എന്താണ് മക്കളെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? സുധാകരൻ നല്ല ഇമേജല്ലേ ഇപ്പോൾ ഉള്ളത്. ലോകത്ത് ഇന്നേ വരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനും പറയാൻ സാധിക്കാത്തതും പറയേണ്ടി വരാത്തതുമായ പ്രയോഗം നടത്തി നിൽക്കുകയാണ്. മൂപ്പർ എങ്ങനെയാ ഒന്ന് ഒഴിവാക്കിയിട്ട് എവിടെയും കൊണ്ടുപോയി ഇരുത്തേണ്ടത് എന്ന് കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ. ഞങ്ങൾ CPM പ്രവർത്തിക്കുന്നവർ പരസ്പരം വിളിക്കുക സഖാവേന്നാണ്. കോൺഗ്രസ്സുകാർ പരസ്പരം കണ്ടാൽ അഭിസംബോധന ചെയ്യുന്ന പദമാണോ ഇത്?
കോൺഗ്രസിനെ കേഡറാക്കിയില്ലെങ്കിലും ഒരു സെമി കേഡർ പാർട്ടിയാക്കാനുള്ള ശ്രമമെല്ലാം അധ്യക്ഷൻ ഉപേക്ഷിച്ച മട്ടാണ്. അച്ചടക്കം പഠിപ്പിക്കാൻ അദ്ദേഹം ആവത് ശ്രമിച്ചു പരാജയപ്പെട്ടു. കേന്ദ്ര നേതാക്കളടക്കം പ്രസംഗിച്ച സമരാഗ്നി ജാഥയുടെ സമാപന യോഗത്തിൽ ഒഴിഞ്ഞ കസേരകളെ നോക്കി പ്രസംഗിക്കാൻ പ്രസിഡന്റിന് മനസ്സു വന്നില്ല. ജനലക്ഷങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് പുത്തമ്പുരയ്ക്കൽ അനന്തൻ തമ്പിയുടെ ഐതിഹാസികമായ രഥയാത്ര ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ജനലക്ഷങ്ങളൊക്കെ പോയാ ഇവിടെ വന്നത് വെറും തുച്ഛം. ഒരു പ്രസംഗത്തിന് ഞാനില്ല, കളം കാലിയായി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാ. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാണ്. നിങ്ങളെങ്കിലും ഒരു പേരിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ, ഇപ്പൊ പോയാറോ പോയി, അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നു, അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും പേരിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത്. അതൊക്കെ പറയേണ്ടവർ പറയും, കേൾക്കേണ്ടവർ കേൾക്കും. നമ്മുടെ ജോലി എന്താ? അണികളുടെ ശക്തി കാണിക്കുക. അത് കാണിച്ചില്ലേ? പക്ഷേ പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു. 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാം. അതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്. അതിന് അതൊരു വിഷമം വേണ്ട. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് സാറിനൊന്നും തോന്നരുത്. സാറി കിടന്ന് തൊണ്ട കയറി പ്രസംഗിച്ചിട്ടും ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ആളുകൾ ശ്രദ്ധിക്കാനാണെങ്കിൽ ക്യാമറ നടത്തിയാ പോരെ. മണിക്കൂറുകളോളം പൊതുയോഗം നീണ്ടതിനാലാണ് പ്രവർത്തകർ പോയത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. എന്നാൽ യോഗം ഇവിടെ അവസാനിപ്പിക്കാം. ദേശീയ ഗാനാലാപനത്തിന് കവി കൂടിയായ DCC പ്രസിഡന്റ് പാലോട് രവിയെ ക്ഷണിക്കാം. എഴുതല്ലോ. 1 2 3 4 ജനഗണ മംഗളദായക ജയ ഹേ. എന്തുന്നാണ് ഇത്? ജനഗണ മംഗളദായക ജയ ഹേ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? മനഃപൂർവ്വമായിട്ടുള്ള പിഴവല്ല, അത് അവിടെ തന്നെ തിരുത്തപ്പെട്ടു. ജനഗണ ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭ ആശിഷ മാഹേ ഗാഹേ തവ ജയ ഗാദാ जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय 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 പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും ഇപ്പോൾ നമ്മൾ മന്ത്രിസഭ ഇല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി പാടിയതായിരിക്കാം. പക്ഷെ ജാഗ്രത വേണം. അതേ പറഞ്ഞു. ജനഗണ മംഗളദായക. ഒരു കലാകാരനുമാര് വളരാൻ വിടില്ലല്ലോ. ജനഗണമന അത് മനഃപൂർവ്വമായി ഉണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ? നാക്കുപിഴ വന്നതാണ്. അല്ല, പാലോട് രവി നന്നായി കവിതകൾ ചൊല്ലുകയും സാന്ത്വനമായിട്ടെന്നും ആരിലും നിലകൊള്ളും കാരുണ്യപ്രവാഹമേ. സൂപ്പർ. പ്രതീക്ഷിച്ചതിലും അപ്പുറം ഗംഭീരമായിട്ട് എണ്ണം പാടി. TV മാത്രമേ പാടാവൂ. അതെന്ത് പറ്റി? അതാകുമ്പോ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോവാലോ. അല്ല, സ്റ്റേജിൽ ചെന്ന് പാടി കൈ കൊണ്ടാണ് കാലുകൊണ്ടാണ് ഇനി ആര് ചോദിച്ചാലും എണ്ണം പാടരുത്. ഓക്കെ.